ദൈവത്തിന് സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നത്തെ പകൽക്കാലം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തേണ്ടതിനായി കൂടി വരുവാൻ ദൈവം നമുക്ക് തന്ന സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരും ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ആയിരുന്നാൽ നന്നായി. ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വാക്യം മലാഖി പ്രവചനത്തിൽ നിന്നാണ്. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാം. മലാഖി പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ അവിടെ കാണുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയില്ല, എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. അവിടെ മലാഖി പ്രവചനത്തിൽ തന്നെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ എന്ന് കാണും. ദൈവം ചോദിക്കുന്നു, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയുമോ? ഏതിനാൽ, എങ്ങനെ എന്നാണ് പിന്നെ അടുത്ത ചോദ്യം മനുഷ്യരിൽ നിന്നുള്ളത്. ദൈവം മുൻപാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ, ന്യായപ്രമാണത്തെ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് എനിക്ക് നൽകപ്പെട്ട കൽപ്പനകളെ വിട്ട് നടക്കുന്നത്, ഉപേക്ഷിക്കുന്നത്, അതാണ് ദൈവത്തെ പരാജയപ്പെടുത്തുന്നത്. പഴയ നിയമകാലത്ത് യാഗം കഴിക്കുക അതൊരു നിയമമായിരുന്നു. ഈ യാഗം കഴിക്കേണ്ടത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ പ്രത്യേക ജനവിഭാഗത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നായിരുന്നു. ഇസ്രായേലിന് ഒരു അടയാളം ഉണ്ടായിരുന്നു. എല്ലാ ഇസ്രായേൽക്കാരനും അവൻ പരിച്ഛേദന ഏറ്റിരിക്കണം. പരിച്ഛേദന ഏൽക്കാത്ത ഇസ്രായേൽക്കാരനെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം, അതായത് കൊന്നുകളയണം എന്നുള്ളതാണ് അന്നത്തെ കൽപ്പനയുണ്ടായിരുന്നത്. അതായിരുന്നു അതിൻ്റെ നിയമം. അവൻ നിശ്ചയമായി ദൈവത്തിന് യാഗം കഴിക്കണം. യാഗം പല വിധത്തിലുള്ള യാഗങ്ങളുണ്ട്. ഇത് ഹോമയാഗം കഴിക്കാൻ വരുമ്പോൾ അതിന് ചില നിയമങ്ങളുണ്ട്. ഊനമില്ലാത്തതായിരിക്കണം. ഊനമില്ലാത്തതും ഇളപ്പമുള്ളതും ആ നിയമപ്രകാരമാണ് യാഗം കഴിക്കേണ്ടത്. ഇവിടെ മനുഷ്യൻ വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. ദൈവത്തിന് നേർന്നിട്ട് ഹോമയാഗം കഴിക്കാൻ തീരുമാനിച്ചിട്ട് ഊനമുള്ള ഒരു തള്ളയാടിനെ എന്ന് പറഞ്ഞാൽ പ്രസവം എല്ലാം കഴിഞ്ഞിട്ട് ഇനി കുട്ടികൾ ഉണ്ടാകത്തില്ല എന്ന അവസ്ഥയിലേക്ക് അടുത്തു വന്ന വയ്യാത്ത ഒരാടിനെ പേരിന് വേണ്ടി ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് യാഗം കഴിക്കുന്നു. എന്നിട്ട് ദൈവം അനുഗ്രഹിക്കുന്നു എന്ന ഭാവത്തിലാണ് പലരുടെയും അന്നത്തെ നടപ്പിരുന്നത്. ഇത് കണ്ടിട്ടായിരിക്കാണ് ആ പ്രവാചകൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാം. ഇന്നത്തെ അവസ്ഥ ഇത് തന്നെയാണ്. ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രസാദം നേടാനായി വരുന്നു, പേര് മാത്രം. ദൈവം പ്രസാദിച്ചു കൊള്ളണം, എന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു കൊള്ളണം. ഇത് ഇന്ന് തുടങ്ങിയതല്ല, മനുഷ്യോൽപത്തി മുതൽ തുടങ്ങിയ കാര്യമാണിത്. ആ മനുഷ്യോത്പത്തി മുതൽ ഇന്ന് വരെ ഒന്ന് നടക്കുന്നു, ആരെ നശിപ്പിക്കേണ്ടു എന്ന ചിന്തയോടുകൂടി അലറുന്ന സിംഹത്തെ പോലെ. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിലാണെന്ന് കരുതുന്നു. പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം: നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങിടൂ എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, നിങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും പ്രതിയോഗിയാണ് പിശാച്.
ഈ പിശാച് ആരെ വിഴുങ്ങിടൂ എന്ന് അറിയാതെ എന്ന് ചിന്തിച്ചുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുക, പിടികൂടുന്നതിനെ വിഴുങ്ങുക തന്നെ ചെയ്യും. ഇന്നും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യോൽപത്തി മുതൽ ആരംഭിച്ച ഈ കാര്യം ഇവിടെയും നടന്നുകൂട്ടി. ഇങ്ങനെ മനുഷ്യനെ ദൈവത്തിങ്കൽ നിന്ന് അകറ്റുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ദൈവം മനുഷ്യന് ഒരു പുതിയ കൽപ്പന കൊടുത്തു. യോഹന്നാൻ സ്നാപകനിലൂടെ ദൈവം അത് നടപ്പാക്കി. ആദ്യം വെച്ച കൽപ്പന, അടയാളം വച്ചിരുന്നത് പരിച്ഛേദന എന്ന അടയാളമായിരുന്നു ദൈവം മനുഷ്യന് നിയമിച്ചത് എങ്കിൽ അബ്രഹാമിൽ കൂടി എബ്രായർക്ക് എല്ലാവർക്കുമുള്ള നിയമമായി ഈ പരിച്ഛേദനയെ ദൈവം വെച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഇപ്പോൾ പുതുക്കി. കാരണം ദൈവം മനുഷ്യന്റെ യാഗങ്ങളെ വെറുത്തു. യാഗങ്ങളെ വെറുത്ത ദൈവം വെറുക്കാൻ കാരണം ദൈവത്തിന് നേർന്നിട്ട് ഊനമുള്ള തള്ളയെ എങ്ങനെയെങ്കിലും ഒരു കടമ എത്തിക്കും പോലെ ഇതങ്ങ് ചെയ്തു തീർക്കുക എന്നുള്ളതായി മനുഷ്യന്റെ അവസ്ഥ. അപ്പോൾ ദൈവം അത് വെറുത്തു. യാഗത്തെ വെറുത്ത ദൈവം ഒരിക്കലായി ഏകയാഗം എന്ന ഒരു പ്രക്രിയ മനുഷ്യന് തന്നു. മനുഷ്യനെ അനുഗ്രഹിപ്പാനായി ദൈവത്തിന് പ്രിയം തോന്നിയതിനാൽ ദൈവം അങ്ങനെ തന്നു. ആ ഏകയാഗത്തിനായി ഒരുക്കി വെച്ച ആട്ടിൻകുട്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലൂടെ ഏകയാഗം നടന്നു. നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേർ മനഃപൂർവമായി ദൈവമുൻപാകെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തണമെന്ന ഒരേ ചിന്തയോടുകൂടി വന്നിരിക്കുന്നു? അതോ ഊനമുള്ള തള്ളയെ യാഗം കഴിക്കുന്നു എന്നതുപോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി മടങ്ങിപ്പോകുവാനോ എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടുപോകുവാനോ വേണ്ടിയിട്ടാണോ വന്നത്? മനഃപൂർവമായി ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിപ്പാനായി കടന്നു വന്നിരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനായി കടന്നു വന്നിരിക്കുന്നവരോട് ദൈവം ഇടപെടും. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ തീരുമാനം ഉറച്ചതായിരിക്കണം. ദൈവത്തിന് നേർച്ച നേർന്നാൽ അത് കഴിപ്പാൻ മടി കാണിക്കുന്നവൻ മൂഢനാണെന്ന് സഭാപ്രസംഗി വളരെ കൃത്യമായി പറയുന്നു. നിങ്ങൾ നേരുന്നതിനേക്കാൾ, യാഗം കഴിക്കുന്നതിനേക്കാൾ പോയി അടുത്ത് നിന്ന് കാണുന്നതാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം ഓരോരുത്തരും യാഗം കഴിക്കുമ്പോൾ അത് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന്. അതല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. കടന്നു വന്നാൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് ആരാധനയുടെ ഒരു ഭാഗമാണ്. ദൈവം നിങ്ങളോട് ആരാധിപ്പാനല്ല പറഞ്ഞത്, ദൈവം സ്നേഹിപ്പാനാണ് പറഞ്ഞത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണതയോടെ നീ സ്നേഹിക്കണം. സ്നേഹിക്കണമെങ്കിൽ വിശ്വസിക്കണം. വിശ്വസിച്ചെങ്കിലേ സ്നേഹിക്കാനൊക്കൂ. സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ അനുസരിക്കും നിശ്ചയമായി. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ട് മാറി നടക്കുന്നത് അതിൻ്റെ ഒരു കാരണം, ഒന്നുകിൽ അത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവത്തെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് അനുസരിക്കുന്നില്ല. ദൈവത്തെ അറിയാത്തവരായി പോയി എങ്കിൽ അതേ ന്യായപ്രമാണ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്, പതിവായി വായിക്കുക. ദൈവത്തെ അറിയാനോ? അങ്ങനെ ദൈവത്തെ അറിഞ്ഞ ഒരു മനുഷ്യവർഗത്തിൻ്റെ മുൻപിൽ, ദൈവത്തെ അറിയാത്ത മനുഷ്യവർഗത്തിൻ്റെ മുൻപിൽ ദൈവത്തെ അറിയുന്നവരായി നിങ്ങൾ മാറിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സംശയമൊന്നുമില്ല. നിങ്ങൾ ആരാണ് എന്ന് ദൈവത്തിന് അറിയാം. ആ ദൈവം നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിന്റെ പ്രവർത്തികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ, ജനത്തെ ഉപദേശിച്ചപ്പോൾ ഒരു കാര്യം അവരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അത് കാണുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം
ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ കിടക്കുന്നത്. ദൈവത്തിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ നിങ്ങളാരാ? നാം ആരാണ്? ദൈവപ്രീതി ലഭിക്കേണ്ടതിനായി ദൈവത്തിന് നേർച്ച നേർന്നു, എന്നിട്ട് അവിടെ പിശുക്ക് കാണിക്കുകയാണ്. പിശുക്ക്, ആ പിശുക്ക് കാണിക്കുന്നവരാണോ നാം? ഞാനും നിങ്ങളും അടക്കമടങ്ങുന്ന നാം ഓരോരുത്തരും ദൈവമുൻപാകെ പിശുക്ക് കാണിക്കുന്നവരാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക മാത്രമാണോ നമ്മുടെ പദ്ധതി? കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ. ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം കൂടി ചെയ്യുന്നവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ യേശു ക്രിസ്തു നിങ്ങളോട് പറയും, നമ്മോട് പറയും. എന്നോട് പറഞ്ഞു, ഞാനത് കേട്ടു. നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടു എങ്കിൽ അതനുസരിക്കുക. ഈ യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെക്കുറിച്ച് എന്താ പറയും? യേശുവിൻ്റെ സംശയം ഉണ്ടായിട്ടല്ല, തൻ്റെ ശിഷ്യന്മാരും ജനങ്ങളും എന്തു പറയുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ടുമല്ല. എങ്കിലും ജനങ്ങൾ എന്നെക്കുറിച്ച്, ദൈവപുത്രനെക്കുറിച്ച് എന്തു പറയും? ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. കാരണം ശിഷ്യന്മാർ ജനങ്ങളുടെ ഇടയിൽ വളരെയേറെ പഴകുന്നവരാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണത്. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ അത് കാണുന്നുണ്ട്. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് കരുതുന്നു, എങ്ങനെയാണ് കരുതുന്നത്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ പറയുന്നു ഏലിയാവാണെന്ന്. ഏലിയാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ കാണിച്ചയാളാണ്. ആ ഏലിയാവ് വന്നിട്ട് ഇപ്പോൾ ചെയ്യുകയാണ്. ഏലിയാവ് ചത്തുപോയ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ഏലിയാവ് വന്നിരിക്കുന്നു. മറ്റു ചിലർ യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നു. സ്നാനപ്പെടുത്തുകയും ഒക്കെ ചെയ്ത, സ്നാനം ആരംഭിച്ച ഒരു വ്യക്തിത്വമാണ് യോഹന്നാൻ്റേത്. യോഹന്നാൻ ദൈവത്തിൻ്റെ പുത്രന് വഴി നികത്താനായി വന്നവനാണ്. അതുകൊണ്ട് യോഹന്നാൻ എന്ന് ചിലർ പറഞ്ഞു. മറ്റൊരു ചിലർ പറഞ്ഞു യിരെമ്യാ പ്രവാചകനോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലുമോ ഒരാളായിരിക്കും എന്ന് ജനങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശു ആരാണെന്ന് ജനത്തിന് കൃത്യമായി അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ജനം പലരെക്കുറിച്ചും ശങ്കിച്ചു. ഏലിയാവായിരിക്കുമോ എന്ന് ശങ്കിച്ചു, യോഹന്നാൻ ആണോ എന്ന് ശങ്കിച്ചു, യിരെമ്യാ പ്രവാചകനാണോ എന്ന് ശങ്കിച്ചു, ഏതെങ്കിലും പ്രവാചകനായിരിക്കുമോ എന്ന് ശങ്കിച്ചു. ഈ ശങ്കയോടുകൂടി ഇരിക്കുന്ന ജനത്തിൻ്റെ നടുവിലുള്ള യേശുവിൻ്റെ അപ്പസ്തോലന്മാരോട് യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് കരുതുന്നു? നിങ്ങളുടെ ചിന്താഗതി എന്താണ്? നിങ്ങൾ എന്നെ ആരായി കാണുന്നു? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആർ എന്ന് കരുതുന്നു? അതിന് ഒരാൾക്ക് കൃത്യമായൊരു മറുപടി ഉണ്ടായിരുന്നു. പത്രോസ് സംശയം കൂടാതെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. സ്നാനമേറ്റ് സ്നാനക്കടവിൽ നിന്ന് യോർദാനിൽ നിന്ന് കരയിലേക്ക് കയറിയ യേശുവിനെ നോക്കി സ്വർഗം തുറന്നു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രനായ യേശു ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചപ്പോൾ അവൻ ക്രിസ്തുവായി. അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ, ദേഹരൂപത്തിൽ ആവസിക്കുന്നത് ആര് കണ്ടു? യോഹന്നാൻ സ്നാപകൻ കണ്ടു. അതിനൊരു കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല,
സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരുടെ മേൽ ആത്മാവ് പ്രാവെന്ന പോലെ ആവസിക്കുന്നുവെന്ന് നീ കാണുന്നുവോ? അവൻ തന്നെ ദൈവപുത്രൻ എന്ന് നേരത്തെ ദൈവാത്മാവ് യോഹന്നാനെ അറിയിച്ചിരുന്നു. യോഹന്നാൻ സ്നാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ സ്നാപകൻ സ്നാനം നടത്തിക്കഴിഞ്ഞപ്പോൾ യേശു സ്നാനമേൽക്കാൻ വെള്ളത്തിനരികത്തേക്ക് വന്നു. വെള്ളത്തിൽ ഇറങ്ങി യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് പൊങ്ങി, വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി, സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശബ്ദമുണ്ടായി. പ്രാവെന്ന പോലെ ആത്മാവ് യേശുവിൻ്റെ മേൽ ആവസിച്ചു. അത് യോഹന്നാൻ സ്നാപകൻ കണ്ടു. നിങ്ങൾ യേശുവിനെ കുറിച്ച് എന്ത് കരുതുന്നു? യേശു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ആരാണ് ഈ ജീവനുള്ള ദൈവം? ഇരമ്യാ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഇരമ്യാവ് 10:10. ജീവനുള്ള ദൈവം. യഹോവ സത്യദൈവം. അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ യഹോവ. ദാനിയേലിന്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നെബൂഖദ്നേസർ ചെന്ന് സിംഹത്തിന്റെ ഗുഹയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുന്നു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ജീവനുള്ള ദൈവം. നമ്മുടെ ദൈവം ജാതികളുടെ ദൈവമല്ല. ജാതികളുടെ ദൈവം എന്തൊക്കെയാ? പുല്ലിരുന്ന കാള, കരച്ചു കീറുന്ന സിംഹവും പുലിയും കടുവയുമല്ല, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. വചനം നോക്കുമ്പോൾ വചനം വളരെ കൃത്യമായി പറയുന്നു, ഇവയെല്ലാം ദൈവം ജാതികൾക്ക് ആരാധിപ്പാനായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ദൈവമക്കൾക്ക് ആരാധിപ്പാൻ, ദൈവമക്കൾക്ക് സ്നേഹിപ്പാൻ, ദൈവമക്കൾ സ്നേഹിക്കേണ്ടത് യഹോവയായ ദൈവത്തെയാണ്, ആ കൽപ്പനകളെയാണ്. അതിന് നാം വൈമുഖ്യം കാട്ടുന്നുവെങ്കിൽ ദൈവത്തിന് നേർന്നിട്ട് ഊനമുള്ള തളയെ യാഗം കഴിക്കുന്നവരായി തീരാതിരിപ്പാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്യുന്നതനായ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ലൂക്കോസ് 1-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യഹോവയായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ മറിയത്തോട് ദൂതൻ പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതിൽ ജനിക്കുന്ന പ്രജ, വിശുദ്ധ പ്രജ, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ്റെ പുത്രൻ. ആരാണ് അത്യുന്നതൻ എന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തന പുസ്തകം 83-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. സങ്കീർത്തന പുസ്തകം 83-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം. 18. അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതൻ എന്നറിയും. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, യഹോവ എന്ന് നാമമുള്ള അവിടുന്ന് മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതൻ എന്ന് അറിയും. യഹോവ എന്ന് നാമുള്ള നീ മാത്രം. ഈ നീ, അവൻ, ഇവൻ എന്നൊക്കെ ദൈവത്തെ വിളിക്കുന്നതിൽ എനിക്ക് ഒരല്പം ആക്ഷേപമുണ്ട്. അവിടെയൊക്കെ ഞാൻ നിവൃത്തിയുള്ളയിടത്തോളം തിരുത്തും. അത്യുന്നതൻ എന്ന് മാത്രമുള്ള അവിടുന്ന് മാത്രം. അത് കൃത്യമാക്കിയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് POC ബൈബിളോ ഓശാന ബൈബിളോ ഒക്കെ എടുത്ത് നോക്കിക്കുട്ടി. അതിൻ്റെ അകത്ത് ഈ എടാ പോടാന്നുള്ള വിളി ദൈവത്തെ ഇല്ല. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായി തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഏതായാലും ശരി. ഞാൻ എൻ്റെ ഇഷ്ടമാണ് നിങ്ങളോട് പറഞ്ഞത്. സർവഭൂമിക്കും മീതെ അത്യുന്നതൻ യഹോവ അത്യുന്നതൻ എന്ന് അറിയും. ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ജീവനുള്ള ദൈവം, ആ ദൈവമായ കർത്താവ് ശാശ്വത രാജാവാണ്.
അത്രയും നാം മനസ്സിലാക്കുമ്പോൾ അത്യുന്നതൻ എന്ന നാമമുള്ള ആ ദൈവം ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് യേശു ഒരു കാര്യം പറഞ്ഞു. രക്ഷിക്കപ്പെടുവാൻ എന്തു ചെയ്യണം എന്നും മനുഷ്യൻ്റെ ചിന്തയത്. സൂത്രത്തിൽ രക്ഷിക്കപ്പെടാൻ പറ്റുമോ? സൂത്രം കൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന ആ പദ്ധതി പ്രകാരം ദൈവം മുൻപാകെ ആയിരിക്കുന്നവർ എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കുക. അത് അന്ന് തുടങ്ങിയതാണ്, മനുഷ്യ സൃഷ്ടിയുടെ ആരംഭകാലം മുതൽ തുടങ്ങിയതാണ്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? യേശു അതിന് പറഞ്ഞ മാർഗം യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആണ്. അപ്പൊ ഏകസത്യ ദൈവമായ യഹോവയെയും ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങയുടെ പുത്രനായ യേശുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ആരായി ഏകസത്യ ദൈവം? ഏകദൈവം. ആവർത്തന 6:4. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഇസ്രായേല് യഹോവ നമ്മുടെ ദൈവമാകും. യഹോവ ഏകൻ. യഹോവ ഏകനാണ്, ഏകനായ ദൈവം. ഇനി സത്യദൈവം ആരാണെന്ന് നോക്കാം. ആവർത്തന 4:89. ഇരമ്യാവ് 10:10. ആദ്യം വായിച്ച വാക്യമാണത്. ഇരമ്യാവ് 10:10. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. യഹോവയോ സത്യദൈവം, ഏക സത്യദൈവം. ആരാണ് ഏക സത്യദൈവം? നമുക്ക് മനസ്സിലായി. യഹോവയോ ഏകദൈവം, യഹോവയോ സത്യദൈവം. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. ഈ സത്യദൈവം, നിത്യദൈവം, ഏകനായ ദൈവം, ഇതെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇനി യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇനി യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മുമ്പിലത്തെ 65:16. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോവുകയും അവ എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. സത്യം ചെയ്യുന്നവനെല്ലാം സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. ഈ പിതാവായ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നു, അപ്പസ്തോല പ്രവൃത്തികളിൽ പറയുന്നു. അപ്പസ്തോല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു. അപ്പസ്തോല പ്രവൃത്തി 5:30. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. മതി. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ. എന്താ ഇവിടെ മരത്തിൽ എന്ന് പറയാൻ കാരണം? പണ്ട് കാലത്ത് ആരംഭകാലങ്ങളിൽ കുരിശ് ഉണ്ടാകുന്നതിന് മുൻപ് ഒരു മരത്തടിയിലാണ് മനുഷ്യനെ തൂക്കിക്കൊണ്ടിരുന്നത്.
അങ്ങനെ മരത്തടിയിൽ തൂക്കിക്കൊണ്ടുവന്ന് ആ പാരമ്പര്യം പിന്നീട് മരത്തിലായി. ഈ മരത്തിൽ തൂക്കിക്കൊണ്ടിരുന്നപ്പോൾ രണ്ട് കൈകളും ഒന്നിച്ച് മുകളിലേക്ക് വെച്ച് ആണി അടിച്ചുകൊണ്ട്, അങ്ങനെയാണ് രണ്ട് കാലുകൾ അങ്ങനെ രണ്ട് ആണിമേലാണ് തൂക്കിയിരുന്നത് എന്നാണ് ഒരു പുസ്തകത്തിൽ എനിക്ക് വായിക്കുവാനിടയായി. പിൽക്കാലത്ത് അത് രണ്ട് കൈകളും രണ്ട് ഭാഗത്തേക്ക് മാറ്റിവെക്കാൻ പാകത്തിന് ക്രൂശിക്കുന്ന തടിയുടെ മുകളിൽ മറ്റൊരു തടി കൂടി ചേർത്ത് ഇണച്ചു വെച്ച് ചെയ്തു. ഇത് കഴിഞ്ഞ് വീണ്ടും റോമാക്കാരുടെ ഭരണം വന്നപ്പോൾ കുറ്റവാളിയുടെ കുറ്റം അത് തലയ്ക്ക് മുകളിൽ എഴുതി വെക്കണം എന്നൊരു നിയമം ഉണ്ടായി. അതിന് ക്രൂശിക്കുന്ന തടിയുടെ മുകളിലേക്കും ഒരല്പം നീട്ടിവെച്ചു. യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവിടെ യേശുവിൻ്റെ കുറ്റസംഗതി എഴുതി വെച്ചിരുന്നു. എന്തായിരുന്നു? നസ്രായനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ഇതായിരുന്നു കുറ്റസംഗതി. അപ്പോൾ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച പുരോഹിതന്മാർ ഓടിച്ചെന്ന ഹെരോദ രാജാവിനോട് പറഞ്ഞു, രാജാവേ, യഹൂദന്മാരുടെ രാജാവിനെ ക്രൂശിക്കൂ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ്, അതുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞു, ഇവൻ ദൈവമാണെന്ന് പറഞ്ഞു എന്ന് എഴുതി മാറ്റണം എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവാണ് ഞാൻ എന്ന് പറഞ്ഞു. അതാണ് കുറ്റസംഗതി. പീലാത്തോസ് എന്തു പറഞ്ഞു? പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി, ഇനി അതിന് മാറ്റമില്ല. ഈ യേശുവിനെ ക്രൂശിച്ചതായി ഇന്നും സംശയമുള്ള അനേകർ. യഹോവയായ ദൈവം, ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഈ ക്രിസ്തു ആണ് അത്യുന്നതൻ്റെ പുത്രൻ. അത്യുന്നതൻ യഹോവയായ ദൈവമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായെങ്കിൽ അത് യഹോവയായ ദൈവത്തിങ്കിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ യഹോവയായ ദൈവത്തെ അറിയണം. അറിയേണ്ട വിധത്തിൽ അറിഞ്ഞില്ല എങ്കിൽ അറിയാൻ പിന്നെ വെറ്റുമാർഗങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം തന്നെ യഹോവയെ അറിയുവാനുള്ള പുസ്തകം. ഈ പുസ്തകം പരിശോധിക്കുമ്പോൾ അതുകൊണ്ട് അടിയിലേക്ക് എഴുതിയിരിക്കുന്നു, ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിനെയും. ക്രിസ്തു ആരാ? അവൻ അത്യുന്നതൻ്റെ പുത്രൻ. അവനെ ദൈവം എന്തിനു വന്നു? എന്തിനയച്ചു? അതെ, യഹോവയായ ദൈവം ഒരു വചനം ഇസ്രായേലിൽ ഇട്ടു. അത് ദൈവം ഉദ്ദേശിച്ച കാര്യം സാധിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു. മരത്തിൽ തൂക്കിക്കൊന്ന യേശു, ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന കാര്യം ഇന്നും വിശ്വസിക്കാത്ത ഒരു ജനവിഭാഗമുണ്ട്, യഹൂദന്മാർ. അവരിന്നും അത് അംഗീകരിച്ചിട്ടില്ല. അവരന്ന് പടയാളികളോട് പറഞ്ഞു കൊടുത്ത സൂത്രം, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ശരീരം കട്ടുകൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയുക. പീലാത്തോസ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ ഞങ്ങൾ പീലാത്തോസിനെ സമാധാനിപ്പിച്ചു കൊള്ളാം എന്ന് അന്നത്തെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും അങ്ങനെയുള്ള യഹൂദജനം അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിൻബലത്തോടുകൂടി ഇന്നും യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയും. പക്ഷേ നീ രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കർത്താവ് എന്ന് നീ നിൻ്റെ വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടില്ല. സാധ്യമല്ല. എങ്ങനെയെങ്കിലും ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. വളരെയേറെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ തെറ്റിക്കുവാൻ വേണ്ടി അലറുന്ന സിംഹത്തെ പോലെ വായും പിളർന്നുകൊണ്ട് ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ അന്വേഷിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു സിംഹമായി പിശാച് നിങ്ങളുടെ മുൻപിൽ രൂപപ്പെട്ടിരിക്കുന്നു. അവൻ നിങ്ങളെ എങ്ങനെയാണ് വിഴുങ്ങേണ്ടതെന്നാണ് ചിന്തിക്കുന്നത്. അവനൊരു ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവജനമാകുവാൻ ആഗ്രഹിക്കുന്നവരെ തെറ്റിച്ച് പിശാചിൻ്റെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുപോകുക. അതിന് ഒത്തിരി വഴികൾ ഉണ്ടാക്കുന്നുണ്ട്. ദൈവത്തെ അറിയാതിരിപ്പാൻ അവൻ മനുഷ്യരുടെ ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞു. യേശുവിനെ അറിയാതിരിപ്പാൻ ഒത്തിരി യേശുക്കളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
യേശു ആര് എന്നുള്ള ഉത്തരം കിട്ടാതിരിക്കാൻ അവൻ വളരെ കൃത്യമായി കിണഞ്ഞു പരിശ്രമിച്ചു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു, ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു നിങ്ങളോട് ഒന്ന് പറഞ്ഞു. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, യേശുവിനെ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ക്രിസ്തു പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കണം. ക്രിസ്തു പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, പിന്നെയോ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ നിന്ന്, അല്ലാത്തവനെത്തില്ല. നിങ്ങൾ ആരെ വിളിക്കുന്നു? നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നു? കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചില്ലേ? എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ. ആരാണ് സ്വർഗസ്ഥനായ പിതാവായ ദൈവം? നാം ആദ്യം വചനത്തിൽ കൂടി വായിച്ചു പഠിച്ചു, അത് യഹോവയാണ്. യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ അമാന്തം കാണിക്കണം. ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവിടെ നമ്മുടെ മനസ്സ് പറയേണ്ടത് യഹോവയാണ്. ഇന്ന് പലർക്കും, ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ അവിടെ ഒരാൾ എന്നോട് തർക്കിച്ചുകൊണ്ട് പറഞ്ഞു, പഴയ നിയമം ഒന്നും പറയണ്ട, ഇവിടെ പുതിയ നിയമം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, പുതിയ നിയമം എങ്ങനെയാണ് ഉണ്ടായത്? അത് ദൈവം തന്നതാണ്. ദൈവം തന്നതാണെങ്കിൽ പുതിയ നിയമം ഇല്ല, പഴയതില്ലാതെ പുതിയതുണ്ടാവും. പുതിയ നിയമം ഉണ്ടാകണമെങ്കിൽ ഒരു പഴയ നിയമമുണ്ട്. എന്താ പഴയ നിയമം? വളരെ കൃത്യമായി വ്യക്തമായി നമുക്കറിയാം. മാംസത്തോടു കൂടി രക്തം ഭക്ഷിക്കരുത്. അതാണ് പഴയ നിയമത്തിൻ്റെ കാതൽ. പുതിയ നിയമമോ മാംസത്തോടു കൂടി രക്തം ഭക്ഷിക്കണം. അവൻ്റെ രക്തവും അവൻ്റെ മാംസവും ഭക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. പുതിയ നിയമം. ഈ പുതിയ നിയമം വായിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം, നിങ്ങൾ ആരാണ്, എവിടെയാണ്, എന്താണ് എന്ന്. നിങ്ങൾ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിശാചിന് നിങ്ങളുടെ അടുത്ത് വരാൻ ഒക്കില്ല. എന്ത് തർക്കം പറഞ്ഞുകൊണ്ട് വന്നാലും ശരി, ചിലപ്പോൾ ചിലർക്കൊന്നും മറുപടി പറയാൻ ഒത്തില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ദൈവം ആരാണ്, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അത് ഞാൻ ചെയ്യില്ല എന്ന ആ തീരുമാനം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു, TV വെച്ചുകൊണ്ടിരിക്കുക, നല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് അന്യദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഇത് വന്നപ്പോൾ ആ വീട്ടിലെ കുഞ്ഞുങ്ങളിൽ ഒരാൾ ഓടിച്ചെന്ന് TV ഓഫ് ചെയ്തു. ഞാനൊന്ന് ചിരിച്ചു. മറ്റുള്ളവരൊക്കെ കൂടെ അവൻ അത് നല്ല പാട്ടായിരുന്നു, അതിവിടെ വേണ്ട, അത് ഇവിടെ വേണ്ട, അന്യദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി ഇവിടെ വേണ്ട, അത് പറയുവാൻ അവന് ധൈര്യം കൊടുത്ത ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തിൻ്റെ പൈതലായി. നമ്മുടെ പൈതങ്ങൾക്ക് എത്ര പേർക്ക് ഈ വിവേകം ഉണ്ടാകും? എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഉണ്ടാകുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? ആമോസിൻ്റെ ലേഖനത്തിൽ ആമോസ് ഇങ്ങനെ പറയുന്നു, നീ നിന്റെ മക്കളോടും, നിന്റെ മക്കൾ അവരുടെ മക്കളോടും, അവരുടെ മക്കൾ തലമുറകളോടും പറയണം. ആരെക്കുറിച്ച്? ദൈവത്തെക്കുറിച്ച്. അത് പറയാതെ വന്നപ്പോൾ അവർക്ക് ദൈവത്തെ അറിയുവാൻ ഇടമില്ലാതെ വന്നു. കുഞ്ഞുനാളിൽ കൊടുക്കേണ്ട പ്രാക്ടീസ് കൊടുക്കാതെ വന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾ ലോകത്തിലെ ജാതികളുമായി ഇടകലർന്ന് ജാതികളുടെ ആചാരങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ദൈവത്തെ മറന്നു. പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തലകുലുക്കി സമ്മതിച്ചു പോകും. ദുഃഖകരമെന്ന് പറയട്ടെ, ഗുഡ് ന്യൂസ് എന്നൊരു മാസികയുണ്ട് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ. ആ മാസികയിൽ ഒരിക്കൽ ഒരു ലേഖനം വന്നു. തൃശ്ശൂരിലുള്ള കയൽദായ സുറിയാനീസ് പള്ളിയുടെ മെത്രാനായിരുന്ന മാർ പൗലോസ് എന്ന് പറയുന്നയാളുടെ അഭിമുഖ സംഭാഷണം. അദ്ദേഹം പറഞ്ഞു, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെ മെത്രാനായി? അദ്ദേഹം പറഞ്ഞ മറുപടി, മാതാപിതാക്കന്മാർ ഇങ്ങനെ അങ്ങ് കൊണ്ടുവന്നു, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു, അതുകൊണ്ട് ഞാനും വിശ്വാസിയായി തീർന്നു. അയ്യോ, ഞാൻ വല്ലാതെ, എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഇതായിരിക്കരുത് നമ്മുടെ വിശ്വാസം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ എന്തു സംഭവിക്കും? വിശ്വസിക്കാത്തവന്
മർക്കോസ് 16:16. അവിടെ പറയുന്നു, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. നിങ്ങൾ എവിടെയായിരിക്കുന്നു ഇപ്പോൾ? ആരാണ് ക്രിസ്തു? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആരാണ് ജീവനുള്ള ദൈവം? ഇനി അത്യുന്നത യേശു ആരാണ്? അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആരാണ് അത്യുന്നതൻ? അത്യുന്നതൻ്റെ പുത്രനായ ക്രിസ്തു നിങ്ങളോട് എന്തു പറഞ്ഞു? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നീ നിൻ്റെ മക്കളോടും, നിൻ്റെ മക്കൾ അവരുടെ മക്കളോടും, അവരുടെ മക്കൾ തലമുറകളോടും ദൈവത്തെക്കുറിച്ച് പറയണം. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് പറയണം. അവൻ്റെ വീര്യമുള്ള ഭുജത്തെക്കുറിച്ച് പറയണം. ഇത് മക്കളെ പഠിപ്പിക്കണം. ഇല്ലാഞ്ഞാൽ അയ്യോ കഷ്ടം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് നമസ്കാരം.